ഇന്നത്തെ ഈ സെഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഫറോക്ക് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ NC അബ്ദുൾ റസാഖ് ആണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ മേഖലയിലും ഈ മാക്സിമിൻ്റെ ഈ വ്യായാമ മുറകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രദേശത്തൊന്ന് നടത്തുന്ന പ്രിയങ്കരായ പരിപാടിയുടെ അധ്യക്ഷൻ ഡിവിഷൻ കുറിച്ച് പ്രിയപ്പെട്ട മാനേജർ മുസ്തഫ, പ്രിയപ്പെട്ട ബഷീർ, എക്സലന്റ് ലീഡേഴ്സ്, പ്രിയപ്പെട്ട സാമൂഹ്യ സ്വാമിമാരുടെ സുഹൃത്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായ കുറേ സ്വാഗത പ്രസംഗത്തിൽ മധ്യശബ്ദത്തിലൂടെയിരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് ഈ ലോകമെമ്പാടും ലക്ഷം ഒരുങ്ങിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലായിരുന്നാലും യൂറോപ്യൻ അറ്റ്ലാന്റിസിലായിരുന്നാലൊക്കെ തന്നെ ലക്ഷം ആരംഭിച്ചു. ആകെ 21 മിനിറ്റാണ് ഇതിനുള്ള ചെലവഴിക്കുന്നത്. 21 ഐറ്റംസ് 21 മിനിറ്റ് കൊണ്ട് വളരെ കൃത്യമായി നമ്മൾ മാനസികമായും ആരോഗ്യപരമായും എല്ലാ നിലക്കും സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങൾ, ജീവിതശൈലി രോഗം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 21 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ എക്സസൈസ് കൊണ്ട് നമുക്കതിനൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകൾ ഈ പ്രദേശത്തെ ഒട്ടനവധി ആളുകൾ ഈ പദമായി മറന്നു വരുകൊണ്ടിരിക്കുക. നേരത്തെ നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ യൂറോപ്യൻ ക്ലോസിൽ ഉപയോഗിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അത് ഒഴിവാക്കി സാധാരണ ക്ലോസിലേക്ക് മാറിയിട്ടുണ്ട്. ആ രൂപത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിനെ ചെയ്യണം. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ മുമ്പൊന്നില്ലാത്ത രൂപത്തിലുള്ള ജീവിത രീതികളാണ് അവലംബിച്ചു പോകുന്നത്. മുമ്പൊക്കെ നമ്മൾ വ്യായാമം ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് നടക്കാറുണ്ടായിരുന്നു. പുറക്കിലേക്കാണെങ്കിലും കല്ലമ്പാറയ്ക്കാണെങ്കിലും പെരുമ്പോഴത്തേക്കാണെങ്കിലും കരുത്തിലേക്കാണെങ്കിലും തന്നെ ഒരുപാട് നമ്മൾ നടക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നടക്കുന്ന ഏർപ്പാടില്ല. ഓട്ടോറിക്ഷ വേണം, സ്കൂട്ടർ വേണം, കാർ വേണം, ലോറി, ആ രൂപത്തിലാണ്. ശാരീരികമായി ഒരിടത്തും നമുക്കില്ല. സ്ത്രീകളാണെങ്കിലോ മുമ്പ് ഒരക്കയും ഒരിടത്തും ഇടിച്ചിരുന്നു, അമ്മിയിൽ പോയി അരിച്ചിരുന്നു, തിരുമ്പിരുന്നു, വാഷ് ചെയ്തിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ വിരൽത്തുമ്പിട്ട് അമർത്തിയാൽ നമുക്ക് ഉദ്ദേശിച്ച വസ്ത്രം അരക്കുന്നു, പിന്നെ കൈകൾക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം അരക്കുന്നു. എല്ലാം നമ്മൾ ശരിക്കും ആത്മാർത്ഥമായി ശാരീരികമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്തത് എല്ലാം വിരലുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ശാരീരികമായി നമുക്കൊരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എല്ലാ രോഗങ്ങളും. പിന്നെ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മുമ്പൊന്നും കേൾക്കാത്ത രൂപത്തിലുള്ള ഫാസ്റ്റ് കഴിച്ച് കയറ്റി ശരീരത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഈ സാഹചര്യം ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടി ഒരു ചെറിയ സമയം ദിവസം രാവിലെ 6:15 മുതൽ ഒരു 10-21 മിനിറ്റ് ഈ ചെറിയ എക്സസൈസുകൾ 21 ഐറ്റംസ് 21 മിനിറ്റ് കൊണ്ട് വർക്ക്. സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായ അബ്ദുൾ റസാഖ് സാഹിബ്, അധ്യക്ഷൻ KT മജീദ് സാഹിബ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ സുദിനം നിങ്ങൾ തിരഞ്ഞെടുത്തത് നെക്സറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ലോക പ്രമേഹ ദിനം, വേൾഡ് ഡയബറ്റിക് ഡേ ആണ് ഇതിന്റെ സംഘാടകർ ഈ ആരംഭത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഈ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, കേരളത്തിലും കേരളത്തിന്റെ പുറത്തും വേൾഡ് ഡയബറ്റിക് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ സംഘടനകളുടെ പേരിൽ ധാരാളം റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ നിയറസ്റ്റ് പ്രദേശമായ അരീക്കാട് നെക്സവൻ സെന്ററും കേരള ഗവൺമെന്റും ചേർന്നുകൊണ്ട് വമ്പിച്ച റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നെക്സവൻ സെന്ററിന് 300ഓളം ആളുകളുണ്ട് അരീക്കാട് യൂണിറ്റിൽ. അവർ ക്ഷണിക്കുകയും അരീക്കാടിന്റെ പ്രദേശങ്ങളിൽ, നല്ലോണം പ്രദേശങ്ങളിൽ അതിന്റെ സന്ദേശയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം പല ഭാഗങ്ങളിലും അതിന്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സുദിനത്തിൽ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് അതിന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായ നെക്സവൻ ഇവിടുത്തെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരംഭമാണ് ഇന്ന് നാം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ റോയൽ അലയൻസിന്റെ മുറ്റത്ത് നമുക്ക് ഈ ഒരു സംവിധാനം ചെയ്തിരുന്ന ഇതിന്റെ മാനേജ്മെന്റിനോട് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. നമുക്ക് അറിയാം, 2024 ജൂലൈ മാസം 22-ാം തീയതി
ചെറുവണ്ണൂരിൽ വെച്ചിട്ട് നമ്മളൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ജീവിതശൈലി രോഗമുക്ത ബേപ്പൂർ എന്നതായിരുന്നു ആ പദ്ധതി. നമ്മുടെ ബഹുമാനിയായ PWD മിനിസ്റ്റർ, ടൂറിസം വകുപ്പ് മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് സാർ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിൽ ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് നമ്മൾ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ബേപ്പൂർ മണ്ഡലത്തിൽ 100ഓളം യൂണിറ്റുകൾ സ്ഥാപിക്കുകയും 100 ട്രെയിനർമാരെ വാർത്തെടുത്ത് സൗജന്യമായി ബേപ്പൂർ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഓരോ വീടുകളിലും ഓരോ ആളുകളിലേക്കും ഇതിന്റെ സന്ദേശം എത്തിക്കുകയും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപനം നമ്മൾ നടത്തുകയുണ്ടായി. ഇന്ന് ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രം വെറും 3 മാസം കൊണ്ട് 40ഓളം യൂണിറ്റുകളായി കഴിഞ്ഞു. വരുന്ന മാസങ്ങളിൽ അത് നമ്മുടെ ടാർഗറ്റായ 100ലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഇതിന്റെ സന്ദേശം ഓരോ വീടുകളിലും ഓരോ ആളുകളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താരപ്രചാരകരായി നിങ്ങൾ ഓരോരുത്തരും മാറണമെന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഷുഗർ, കൊളസ്ട്രോള്, കിഡ്നി, ഡയാലിസിസ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പാലിയേറ്റീവ് അവസ്ഥയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് പാലിയേറ്റീവ് ആയിട്ടുള്ള സർവീസ് കിട്ടിയിട്ട് കാര്യമില്ല. ആളുകൾ പാലിയേറ്റീവ് അവസ്ഥയിലേക്ക് പോകാതെ ഗ്രീൻ പാലിയേറ്റീവ് അവസ്ഥയിൽ നിന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് നാളെ ഈ പാലിയേറ്റീവ് സെന്ററുകൾ അടച്ചുപൂട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആളുകളെ പാലിയേറ്റീവ് കേന്ദ്രങ്ങളിലേക്ക് ആവശ്യക്കാരായ ആളുകളെ കിട്ടാത്ത ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഈ മെക്സവിൽ പ്രവർത്തിക്കുന്നത്.